അടുത്തിടെ നമുക്ക് ലഭിച്ച ഏറ്റവും മികച്ച നടി, സംസ്ഥാന ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച സിനിമയടക്കം 5 പുരസ്കാരങ്ങൾ നേടി ഫെമിനിച്ചി ഫാത്തിമ നമ്മുടെ ഹൃദയത്തിലേക്ക് അന്ന് വന്നു. അന്ന് ആ സിനിമാ തിയേറ്ററിൽ കൈരളിയിൽ വെച്ചിട്ട് പ്രേക്ഷകരെ നോക്കി പറഞ്ഞതാണ് ഞാനാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന്. അങ്ങനെ ഷംല നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ കണ്ണുകളിലേക്കും നമ്മുടെ സിനിമാ ലോകത്തേക്കും ഒക്കെ വന്നു. ഇപ്പോൾ പുതിയൊരു പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഫിലിം ക്രിറ്റിക്സിൽ ഏറ്റവും മികച്ച 2ാമത്തെ നടിയായിട്ടുള്ള പുരസ്കാരം. ആദ്യം ഷംല, അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ആദ്യം ഫെമിനിച്ചി ഫാത്തിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനു മുൻപ് കുറെ കഥകൾ ജീവിതത്തിലുണ്ട്, ഞങ്ങളൊക്കെ കണ്ടതുമാണ്, മിനി സ്ക്രീനിലൊക്കെ ആയിട്ട് കണ്ടിട്ടുമുണ്ട്. ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ഇപ്പൊ 2ാമത്തെ അവാർഡ് കൂടി ലഭിച്ചപ്പോഴുള്ള ഒരു സന്തോഷം. ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് നമ്മളുടെ IFFK ഏകദേശം 5 അവാർഡുകളോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഫിലിം ക്രിറ്റിക്സില് മികച്ച സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷം. എന്റെ 2ാമത്തെ സിനിമയാണിത്, ഫെമിനിച്ചി ഫാത്തിമ. അതില് സഹനടിക്കുള്ള പുരസ്കാരം കിട്ടി. ഇവിടെ എത്തി നിൽക്കുമ്പം പറയാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. 2ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സിനിമ UAE ബേസ്ഡ്, ദുബായ് ബേസ്ഡ് ആയിരുന്നു. 1001 നുണകൾ, അവിടെ ആയിരുന്നു തുടക്കം. ഏതായാലും ഫെമിനിച്ചിയിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ഈ അവാർഡുകളെല്ലാം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കിട്ടുന്നത്. ഇവിടെ അവാർഡുകൾ ഇരിക്കുന്നുണ്ട്, ഷെൽഫിൽ അവാർഡുകൾ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ലഭിക്കുമ്പോൾ കുറെ കാലത്തെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. സിനിമയിലേക്ക് ആക്ച്വലി ഞാൻ വന്നത് അവിചാരിതമായിട്ടാണ്. എനിക്ക് ലിറിസിസ്റ്റ് ആയിട്ട് വരാനായിരുന്നു ആഗ്രഹം. അങ്ങനെ 1001 നുണകൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ നടിമാരെയും നടന്മാരെയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ്. അതിൽ ഒരു താല്പര്യത്തിന്റെ പുറത്ത്, എങ്ങനെ ഉണ്ടാവും മീഡിയ എന്നറിയുന്നതിന്റെ പുറത്ത് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തതാണ്. അപ്പൊ അവർ സെലക്ട് ചെയ്തു. ഒരു നല്ല ഹൃദ്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. അങ്ങനെ അതിൽ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സിനിമ. ഇങ്ങനെ രസമുള്ളൊരു പരിപാടിയാണെന്ന്. അങ്ങനെ അതിന്നാണ് എന്നെ 2ാമത്തെ സിനിമയായിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് സെലക്ട് ചെയ്തത്. ഈ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിന് മുൻപുള്ള 1001 നുണകൾ തന്നെ ആയാണ് അവർ മെയിൻ ആയിട്ട് നോക്കിയത്. അതെ. അതിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് ഒരേ ഒരു സിനിമയാണ് അതിന് മുന്നേ ഉള്ളത്, ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് മുന്നേ. അതിന്റെ സ്പോട്ട് എഡിറ്ററായിട്ട ഫാസിലാണ് ഫെമിനിസ്റ്റിയുടെ സംവിധായകൻ. പിന്നെ താമറും അതിന്റെ 1001 നുണകളുടെ ഡയറക്ടർ താമറും എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കോസ്റ്റാർ ആയിട്ടുള്ള സുധീഷ് കറിയാണ് ഫെമിനിച്ചി ഫാത്തിമന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് അവരായിട്ട് സെലക്ട് ചെയ്തതാണ്. സിനിമാഭിനയം ജീവിതത്തിൽ ഒരു വലിയൊരു മോഹമായിട്ട് നടന്നിരുന്ന ആളൊന്നും അല്ല. ഈ സിനിമ പാട്ട് എഴുതുക എന്നൊക്കെയുള്ളത് ആയിരുന്നു. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ ആളുകളൊക്കെ ഏറ്റെടുത്തത്, അത് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം അത് എത്രത്തോളം? ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് എത്രത്തോളം ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്കായിരിക്കും, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലേക്കായിരിക്കും ഇത് പോവുക, ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവുമല്ലോ. പക്ഷെ IFFK ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഈ സിനിമ ഇഷ്ടമായിട്ടുണ്ട്. ലൈക്ക് സ്റ്റുഡൻസിനാണെങ്കിലും മധ്യവയസ്കരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും പേഴ്സണലി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അവർക്ക് അഭിനയിക്കുകയാണെന്ന് തോന്നിയില്ല, അവരായിട്ട് തന്നെ ഉള്ളൊരു ആള് പോലെ അവരാണ് ഈ സിനിമയിലുള്ളത് എന്ന് തോന്നിപ്പിക്കുന്നത്. അതൊരു വലിയ ചലഞ്ചിങ് ആയിരുന്നു ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് ഒരു പൊന്നാനി ബേസ്ഡ്, പൂർണ്ണമായിട്ടും പൊന്നാനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു ഫാത്തിമ. അപ്പൊ ആ ഒരു ചലഞ്ചിങ് ആയിരുന്നു. അത് ചലഞ്ചിങ് ആയിരുന്നില്ല. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയെ ഞാൻ പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. ബോൾഡ് ഇൻ ദ സെൻസ് ആള് ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ട് ജീവിതം ഇതാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് അവർക്ക് പേഴ്സണലി ഒരു ആവശ്യം വരുമ്പോൾ അവരാരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അവരുടേതായിട്ടുള്ള കഴിവ് വെച്ചിട്ട് അവരുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യണ ഒരു സിനിമയാണിത്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ നമ്മളെ ചുറ്റുപാടും ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ജീവിതം ഇങ്ങനെ ഒരു കൂട്ടിനുള്ളിൽ ഒതുക്കി അതാണ് ലോകം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്കാര്. അപ്പൊ ചലഞ്ചിങ് എന്ന് പറഞ്ഞാല് എനിക്കുണ്ടായിരുന്ന ഒരു ചലഞ്ചിങ് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ മോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവൾക്ക് 6th month ആയപ്പോഴാണ് ഞാൻ സിനിമ അതെ. അപ്പൊ അവളുടെ കാര്യം മാത്രം ഒരു കൺസേൺ ആൻഡ് അതൊരു ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി, അവളെ നോക്കുന്ന കാര്യത്തിൽ. അപ്പൊ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഇതിന്റെ ക്രൂ എല്ലാം നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫീഡ് ചെയ്യേണ്ട സമയത്തൊക്കെ എനിക്ക് ബ്രേക്ക് തരും. അവൾക്ക് ഫുഡ് കൊടുക്കേണ്ട സമയത്ത് പോകാൻ പറയും, ഉറക്കേണ്ട സമയത്ത് പോയി ഉറക്കിയിട്ട് വരൂ എന്ന് പറയും. അല്ലാതെ ക്യാരക്ടറായിട്ട് മാറാനോ അങ്ങനെ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല.